ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് PBT 502 സ്ട്രേഞ്ചറിൻ്റെ ഒരു ആംപ്ലിഫയറാണ്. 500 വാട്ട്സ് RMS വരുന്നത്. അപ്പോൾ ഇത് കൊണ്ടുവന്ന ആൾ പറഞ്ഞത് ഇത് ലൈറ്റൊക്കെ കത്തുന്നുണ്ട്, പക്ഷേ ഇതിനകത്ത് ഔട്ട്പുട്ട് ഒന്നും വരുന്നില്ല എന്നാണ്. അപ്പം നമ്മൾ തുറന്നു നോക്കിയപ്പോഴുള്ള അവസ്ഥയാണ് ഈ കാണിക്കുന്നത്. ഇതിൻ്റെ ഡ്രൈവർ ബോർഡ് നമ്മുടെ ഫ്രണ്ട് പാനലിൻ്റെ ബാക്കിലായിട്ട് തന്നെയാണ് വരുന്നത്. അപ്പം നോക്കിയപ്പോൾ ഡ്രൈവർ ബോർഡിലെ ഒരുവിധം കമ്പോണൻസൊക്കെ ബേണായിട്ടിരിക്കുകയാണ്. അതായത് ഡ്രൈവർ ബോർഡിൻ്റെ ഡ്രൈവർ സെക്ഷനിൽ കുറേ റെസിസ്റ്റേഴ്സ് നമുക്ക് ലൈവായിട്ട് ബേണായിരിക്കുന്നത് കാണാം. അതേപോലെ ഡ്രൈവർ ട്രാൻസിസ്റ്റർ ചെക്ക് ചെയ്തപ്പം അതും ഷോർട്ടായിട്ട് കണ്ടു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അതേപോലെ ഔട്ട്പുട്ട് സെക്ഷൻ ചെക്ക് ചെയ്തപ്പോൾ ഔട്ട്പുട്ടിലെ എല്ലാ ട്രാൻസിസ്റ്ററുകളും ബേണായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഞാൻ ഒരു ഡ്രൈവർ ട്രാൻസിസ്റ്റർ ഇളക്കിയിട്ടുണ്ട്. ഈ കാണുന്നതൊക്കെ 100 ഓംസിൻ്റെ 2 റെസിസ്റ്റൻസാണ് അത് കരിഞ്ഞിരിക്കുന്നത്. ഇത് നമ്മുടെ ഔട്ട്പുട്ട് ഡ്രൈവർ ട്രാൻസിസ്റ്റർ ആയിരുന്നു. ഔട്ട്പുട്ടല്ല, ഡ്രൈവർ ട്രാൻസിസ്റ്റർ ഒരെണ്ണമാണ്. ചെക്ക് ചെയ്തിട്ട് റിമൂവ് ചെയ്തതാണ് ബോർഡിൽ നിന്ന്. ഈ കാണുന്ന 2 റെസിസ്റ്റൻസ് ഏകദേശം ഒരു 6 റെസിസ്റ്റൻസ് ബേണായിട്ടുണ്ട്. അതൊരു 10 ഓമിൻ്റെ റെസിസ്റ്റൻസാണ്. 2 10 ഓം റെസിസ്റ്റൻസ്, അതേപോലെ 22 ഓമിൻ്റെ 2 റെസിസ്റ്റൻസ്, 100 ഓംസിൻ്റെ 2 റെസിസ്റ്റൻസ്, അങ്ങനെ 6 റെസിസ്റ്റൻസ് ഈ ഡ്രൈവർ ബോർഡിൽ ബേണായിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഡ്രൈവർ ട്രാൻസിസ്റ്റർ 2 ഷോർട്ടാണ്. ഇങ്ങനെ വരുന്ന അവസ്ഥയിൽ ഔട്ട്പുട്ട് സെക്ഷൻ ഷോർട്ട് ആകുമ്പോഴാണ് ഈ ഡ്രൈവർ ബോർഡിൽ ഇതേപോലെ ഈ ട്രാൻസിസ്റ്ററുകളെല്ലാം ഷോർട്ടായി പോകുന്നത്. അപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് സെക്ഷൻ ചെക്ക് ചെയ്ത സമയത്ത് ഔട്ട്പുട്ടിൽ മിക്ക ട്രാൻസിസ്റ്ററുകളും ഷോർട്ടാണ്. അതിൻ്റെ ഷോർട്ടായ ട്രാൻസിസ്റ്ററിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്ന നമ്മുടെ ഹൈ വാട്ടേജ് റെസിസ്റ്റൻസ് 3.3 അല്ല 0.33 ഓമിൻ്റെ റെസിസ്റ്റൻസ് ഷോർട്ടായ ട്രാൻസിസ്റ്ററുകളുടെ എല്ലാം ഓപ്പൺ ആയിരുന്നു. അതേപോലെ ഓപ്പൺ ആയിരുന്ന ട്രാൻസിസ്റ്ററുകളുടെ കുഴപ്പമില്ല, ഹൈ വാട്ട് കൊള്ളായിരുന്നു. അപ്പം ഇതിനകത്ത് ഒരു സൈഡിൽ നമുക്ക് 7 ട്രാൻസിസ്റ്റർ വെച്ച് 14 ട്രാൻസിസ്റ്ററാണ് വരുന്നത്. അപ്പോൾ ഈ 14 ട്രാൻസിസ്റ്റർ ഞാൻ പുതിയത് റീപ്ലേസ് ചെയ്ത് ഇതിനകത്ത് ഒരു ട്രാൻസിസ്റ്റർ പോലും നമുക്ക് നല്ല ട്രാൻസിസ്റ്റർ കിട്ടിയില്ല. എല്ലാ ട്രാൻസിസ്റ്ററും പോയി. അപ്പം ഡ്രൈവർ ബോർഡിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയി. അതിനകത്ത് ഇനി 2 100 ഓംസിൻ്റെ റെസിസ്റ്റൻസോടെ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഡ്രൈവർ ട്രാൻസിസ്റ്റർ പുതിയത് ബെല്ല് 4007 ട്രാൻസിസ്റ്റർ 2 റീപ്ലേസ് ചെയ്തു. അതേപോലെ നമ്മുടെ റെസിസ്റ്റൻസ് 22 ഓമിൻ്റെ 10 ഓംസിൻ്റെ എല്ലാം റീപ്ലേസ് ചെയ്തു. ഇനി 100 ഓംസിൻ്റെ 2 റെസിസ്റ്റൻസ് കൂടെ ആഡ് ചെയ്യാനുണ്ട്. പുതിയ കമ്പോണൻസാണ് എല്ലാം മാറുന്നത്. പുതിയ ട്രാൻസിസ്റ്റർ 14 മാറി. അതേപോലെ ഹൈ വാട്ട് റെസിസ്റ്റൻസ്, ബേസിൽ വരുന്ന 4.7 ഓമിൻ്റെ റെസിസ്റ്റൻസും എല്ലാം പുതിയതിട്ടാണ് നമ്മൾ ഔട്ട്പുട്ട് സെക്ഷൻ പുതിയതായിട്ട് ഫുള്ള് കമ്പോണൻസ് റീപ്ലേസ് ചെയ്ത് സെയിം സാധനം വെച്ച്. അത് കൂടുതൽ ലോങ് ലൈഫ് കിട്ടാൻ വേണ്ടിയാണ്. നമ്മൾ പല സീരീസിലുള്ള കമ്പോണൻസ് ഉപയോഗിച്ചാൽ പെട്ടെന്ന് ചിലപ്പം ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ മൊത്തത്തിൽ പോയ സ്ഥിതിക്ക് നമ്മൾ മൊത്തത്തിലെല്ലാ കമ്പോണൻസും പുതിയത് തന്നെ റീപ്ലേസ് ചെയ്തു. ഔട്ട്പുട്ട് സെക്ഷൻ പുതിയ ട്രാൻസിസ്റ്ററും പുതിയ റെസിസ്റ്റൻസും എല്ലാം ഉപയോഗിച്ച് ഫുള്ള് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഔട്ട്പുട്ട് സെക്ഷൻ പണിഞ്ഞതിന് ശേഷമുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതിനകത്ത് എല്ലാ ഹൈ വാട്ട് റെസിസ്റ്റൻസും കാണുമ്പോൾ പുതിയതാണ്. നമ്മുടെ ട്രാൻസിസ്റ്റർ ഞാൻ ഉറപ്പിച്ച് കഴിഞ്ഞാൽ അത് ബാക്ക് സൈഡ് ഹീറ്റ് സിങ്കിന് ഉള്ളിലാണ്. വർക്ക് ചെയ്ത സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. ഇതാണ് നമ്മുടെ ഡ്രൈവർ ബോർഡിലെ ഫുള്ള് കമ്പോണൻസ് നമ്മൾ റീപ്ലേസ് ചെയ്തതിന് ശേഷമുള്ളൊരു വീഡിയോ ആണ്. ഡാമേജായ കമ്പോണൻസ് എല്ലാം റീപ്ലേസ് ചെയ്തു. നമ്മളിനി ടെസ്റ്റിങ്ങിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ എൻ്റെ വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ ബയാസ് വോൾട്ടേജ് സെറ്റ് ചെയ്തായിരുന്നു. ഒരു 0.5 വോൾട്ട് ബയാസ് വോൾട്ടേജ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ട് പാനൽ. ഇതിനകത്ത് ഒരു 500 വാട്ട്സ് RMS കിട്ടുന്ന നല്ലൊരു ആംപ്ലിഫയറാണ്. നമുക്ക് ഹൈ വോൾട്ടേജ് ലൈൻ ഔട്ട്പുട്ടൊക്കെ എടുക്കാനും ഫോൺസ് ഡ്രൈവ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നൊരു ആംപ്ലിഫയറാണ്. ഇതിനകത്ത് ഫ്രണ്ട് പാനലിൽ നമുക്ക് നല്ലൊരു ടോൺ കൺട്രോൾ കിട്ടുന്നുണ്ട്. 3 ബാസും മിഡും ട്രിബിളും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. അപ്പം നമ്മൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഇതിനകത്ത് ലൈൻ ഇൻപുട്ടിനകത്തൊരു പിന്നെ നമ്മൾ കുത്തിയിട്ടുണ്ട്. നമ്മൾ കോപ്പിറൈറ്റിൻ്റെ വിഷയം ഉണ്ടായതുകൊണ്ട് ഇതിനകത്ത് ഇപ്പം സോങ് പ്ലേ ചെയ്യാനുള്ള സെറ്റപ്പ് ചെയ്യുന്നില്ല. ജസ്റ്റ് പിന്ന് കുത്തിയിട്ട് നമ്മൾ മെയിൻ വോളിയം തുറന്ന് ടച്ച് ചെയ്ത് സിഗ്നൽ ഞാൻ കാണിക്കാം.
അപ്പം മെയിൻ വോളിയം തുറന്നിട്ടുണ്ട്, ഓണാക്കി, പവർ ഓണാക്കി മെയിൻ വോളിയം കുറച്ച് തുറന്ന് വ്യൂ മീറ്റർ വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാം നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്ത്. ആംപ്ലിഫയറിൻ്റെ ഫുള്ള് വർക്ക് സക്സസ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഫ്രണ്ടിലായിട്ട് നമുക്കൊരു ഹോൺ സ്പീക്കർ സെലക്ടർ സ്വിച്ചും വരുന്നുണ്ട്. പിന്നെ 3 LED വരുന്നുണ്ട്. ടെമ്പറേച്ചർ, ഓവർലോഡ്, പവർ, അങ്ങനെ 3 LED കാണിക്കുന്നുണ്ട്. ഓവർലോഡിൻ്റെ LED പോയിരുന്നതാണ്, ഒരു റെഡ് LED ആയിരുന്നു, അത് റീപ്ലേസ് ചെയ്തൊരു ബ്ലൂ LED കൊടുത്തിട്ടുണ്ട്. ഓവർലോഡിൻ്റെ LED ലെഗ് ദ്രവിച്ച് പോയായിരുന്നു. അപ്പം നമ്മുടെ ആംപ്ലിഫയറിൻ്റെ വർക്ക് കഴിഞ്ഞു, അപ്പം സക്സസ് ആണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇതാണ്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതേപോലുള്ള വീഡിയോകൾ കാണാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പം ബൈ.